യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ഇന്ന് തലസ്ഥാനത്തുണ്ട്. അദ്ദേഹം ഇപ്പം ജനപ്രതിനിധികളെയൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം ഗവർണറെയൊക്കെ കണ്ടിരുന്നു. മോചനത്തിനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗവർണറെയൊക്കെ കണ്ടിരുന്നു അല്ലേ? ഇന്നലെ വൈകുന്നേരം ഗവർണർ സാറിനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ ചാണ്ടുമ്മൻ സാറിനോട് പറഞ്ഞായിരുന്നു നമുക്ക് ഗവർണർ സാറിനെ കാണാനുള്ളൊരു അനുമതി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ചാണ്ടുമ്മൻ സാറും പിന്നെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അതുപോലെ തന്നെ അമ്മയായിട്ടും എൻ്റെ നിമിഷയുടെ വൈഫിൻ്റെ അമ്മയായിട്ടൊക്കെ വീഡിയോ കോളിൽ സംസാരിച്ചായിരുന്നു. കാരണം അമ്മയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു സാറിനോട്. അപ്പം അമ്മ അവിടെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വീഡിയോ കോളിലൂടെ അതൊക്കെ സാധിച്ചു. എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഗവർണർ സാറിൻ്റെ കയ്യിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടു കൂടിയൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ തിരുവനന്തപുരത്തേക്ക് വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നുള്ള ഈ ശ്രമങ്ങളൊക്കെ ഏത് വിധത്തിലാണ് നടക്കുന്നത്? ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഈ സംഭവിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ കിട്ടിയ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ട്. അത് എവിടം വരെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യമൻ ഗവൺമെന്റ് അത്ര ആക്റ്റീവായി കാര്യങ്ങൾ കൈകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാലോ. അവിടെ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ. അവിടെ യുദ്ധവും ബഹളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് റിസ്ക് കൂടുതലാണ്. അതിന്റെ ഒരു ഇതാണ്. പക്ഷേ നിലവിൽ ഇങ്ങനൊരു സംഭവം വന്ന സ്ഥിതിക്ക് എല്ലാവരും നല്ല ഹാർഡ് വർക്ക് തന്നെയാണ് നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സംഘടനയും. പക്ഷേ അവരൊക്കെ എത്ര വർഷങ്ങളായിട്ട് ഇതിൻ്റെ അത് ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ടും വർഷങ്ങളായിട്ടും ഇതിന്റെ ഫലം കാണാത്തതിന്റെ കാരണം വേറൊന്നുമില്ല. ആ രാജ്യത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമൊക്കെ ഒരു പരിമിതികളുണ്ട്. യുദ്ധമൊക്കെയാണ്. ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോണത്. എങ്കിലും ഇപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഞാനിപ്പോൾ ഒത്തിരി പേരുടെ പേര് അങ്ങനെയാണ് പറയേണ്ടി വരും. അതുകൊണ്ട് ഓൾറെഡി ഇപ്പം നമ്മുടെ MP-മാര് MLA-മാര് സംസ്ഥാന ഗവൺമെന്റ് ഇവരെല്ലാവരും അതിൻ്റെ അകത്ത് ഇടപെട്ടേക്കുന്നതാണ്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അനൌദ്യോഗികമായിട്ടൊരു ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ നിമിഷപ്രിയമായി? അത് നിമിഷമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഭവം തന്നെ ആദ്യം തന്നെ എന്നെ അറിയിച്ചേക്കാം. നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 2 ദിവസം മുമ്പ് തന്നെ അറിയിച്ചായിരുന്നു. അപ്പോൾ അറിയിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും ഇതുപോലെ തന്നെ മൂവ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും അറിയിക്കും. മറ്റേ ബാക്കിയുമായ കാര്യങ്ങളിലൊക്കെ എല്ലാവരും എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതാണ്. ഞാൻ ഈ വൈഫ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആദ്യം അറിഞ്ഞത്. അതിലൂടെയാണ് ബാക്കി എല്ലാവരും കൂടെ ഇടപെട്ട് തുടങ്ങിയതും ചാനലിലൊക്കെ വന്നതും. വലിയ പ്രതീക്ഷ ഭാര്യയ്ക്കുമുണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എല്ലാവരുടെയും ഒരുപാട് പേര് പ്രാർത്ഥനയുടെ ആളുകൾ വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, പിന്നെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സംഘടന, നമ്മുടെ ഓൾറെഡി അവിടെയുള്ള യമനിലുള്ള നമ്മുടെ അഡ്വക്കേറ്റ്, എംബസി, ഇവരെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം അത് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കണം. ഗവർണർ സാറിനെയൊക്കെ കണ്ടോടുകൂടി നമ്മുടെ വിദേശ മന്ത്രാലയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് സാറ്. അങ്ങനെ സ്പീഡ് വർക്ക് ആയി നമുക്ക് നല്ലൊരു ആശ്വാസമാക്കും. അതിനുള്ള എനിക്ക് എന്തായാലും അതിനകത്ത് ഈ സംഭവം ഇങ്ങനെ ഒരു ഡേറ്റ് വന്നു എന്നോർത്ത് നമുക്ക് അതിനുള്ളിൽ പല കാര്യങ്ങളും സാധിക്കും. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്നൊക്കെ ഓൾറെഡി സാധിക്കുന്ന കാര്യമാണ്. അത് നടക്കും.